വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. കെപിസിസി നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ടും പ്രഖ്യാപനം വൈകുന്നതിൽ മുരളിക്കും അതൃപ്തിയുണ്ട്. പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടിനൊപ്പം വടകരയും ഒഴിച്ചിട്ടത് കോൺഗ്രസ് അണികളിലും സ്ഥാനാർത്ഥിയിലും ചെറുതല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വടകരയിൽ മുരളി മത്സരിക്കാനെത്തിയപ്പോഴുണ്ടായിരുന്ന ഉണർവ് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയെന്നാണ് പ്രവർത്തകരുടെ പൊതുവികാരം. ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടെയാണ് പ്രചാരണം തുടങ്ങിയതെന്ന് പറയുമ്പോഴും മുരളീധരൻ അസ്വസ്ഥനാണ്. യാതൊരു പ്രശ്നവുമില്ല, അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. എല്ലാം ചോദിക്കേണ്ട സ്ഥലത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. കെപിസിസി അധ്യക്ഷന്റെ മണ്ഡലത്തിൽ ദുർബല സ്ഥാനാർത്ഥി പോരെന്ന ആവശ്യം ശക്തമായപ്പോൾ കെ മുരളീധരൻ മത്സരിക്കണമെന്ന് നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ പലരും നിരസിച്ച ആവശ്യം എതിർപ്പൊന്നുമില്ലാതെ അംഗീകരിച്ച മുരളിയെ ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. എന്നാൽ ഒരാഴ്ചയായിട്ടും ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണത്തെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. വടകരയിലേക്ക് മുരളീധരന്റെ വരവോടുകൂടെ വടകര നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരുടെ നിരാശ മാറിയെന്ന് മാത്രമല്ല, മലബാർ ഒട്ടാകെ ഒരു വലിയ ആവേശം വന്നിട്ടുണ്ട്. സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രഖ്യാപനം വരും വരെ പ്രചാരണം നിർത്തിവെക്കാമെന്ന് ഒരു ഘട്ടത്തിൽ മുരളി നിലപാടെടുത്തെന്നും സൂചനയുണ്ട്. പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്നും 3 ദിവസത്തിനകം പ്രചാരണം ശക്തിപ്പെടുമെന്നുമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, വടകര.